വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc MIT എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുള്ള ബാംഗ്ലൂരിലെ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ MIT കോഴ്സ് ബാംഗ്ലൂരിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. മാത്രമല്ല അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ഈ കോഴ്സ് ഡീറ്റെയിൽസും എല്ലാം നമ്മൾ നമ്മുടെ വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് MIT എന്ന് പറയുന്നത്, അതായത് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി. നമ്മുടെ ഡെയിലി ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അപ്രോച്ച് ചെയ്യപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇമാജിംഗ് ടെക്നോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. കാരണം ഒരു ഹ്യൂമൻ ബോഡിയെ വ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇനി നമ്മളുടെ മെഡിക്കൽ കണ്ടീഷൻസ് നമ്മളെ മനസ്സിലാക്കി തരാനും പിന്നെ നമുക്ക് ഇന്റേണലി എന്തൊക്കെ രോഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി തരാനും അതിൻ്റെ ചികിത്സയ്ക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് ഇമാജിംഗ് ടെക്നോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാറ്റഗറി കൂടിയാണ് ഇവർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, വിർച്വൽ റിയാലിറ്റി, 3D പ്രിൻറ്റിങ് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കബിലിറ്റി നമ്മുടെ റിയൽ ലൈഫിൽ വന്നു തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിലും ശരിക്കും ഇതെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീൽഡ് കൂടിയാണ് MIT എന്ന് പറയുന്നത്. MIT എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. +2 ബയോളജി സയൻസ് എടുത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 50% മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ BSc MIT പഠിക്കാൻ എലിജിബിൾ ആണ്. ഇനി അതല്ല ഡിപ്ലോമ ആയിട്ട് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിലും +2 ഏത് സ്ട്രീമിലും 50% കുറയാത്ത മാർക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ ആ എലിജിബിലിറ്റി മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം നിങ്ങളുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുന്നുള്ളൂ. ഈ ഒരു കോഴ്സിൻ്റെ സിലബസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സും, അതായത് ഹ്യൂമൻ അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പെത്തോളജി, പിന്നെ ഇമാജിംഗ് ഫിസിക്സ് ആൻഡ് ഡാർക്ക് റൂം ടെക്നിക്സ്, റേഡിയേഷൻ ഫിസിക്സ് തുടങ്ങി ഈ സിലബസുകളെല്ലാം പ്രാക്ടിക്കൽ നോളജ് അത്രയധികം വേണ്ട സബ്ജക്ട്സ് ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രാക്ടിക്കൽ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല ഇതൊരു 4 വർഷത്തെ കോഴ്സായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഡിഗ്രി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു 4 വർഷത്തെ കോഴ്സായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ 3 വർഷം മാത്രമാണ് നിങ്ങൾക്ക് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ബേസ്ഡ് ക്ലാസ്സസ് കിട്ടുന്നത്. അത് കഴിഞ്ഞുള്ള അവസാനത്തെ 1 വർഷം ഇറ്റ്സ് പ്യുവർലി ഇൻറ്റേൺഷിപ്പാണ്. മൊത്തത്തിൽ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അവിടെ വരുന്നത്. മിക്കപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പ് ബേസ്ഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത്. പല സ്ഥലങ്ങളിലും ഇൻറ്റേൺഷിപ്പിനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാറുമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കകത്തോ പുറത്തോ എവിടെ ആയിരുന്നിരുന്നാലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വാല്യൂ കിട്ടുന്ന സ്ഥലങ്ങളിൽ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ നല്ലൊരു ടോപ്പ് ക്യാമ്പസിൽ പഠിച്ചാൽ മാത്രമേ അത്രയും എക്സ്പോഷറുള്ള ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും അത് ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്കുണ്ടായിരുന്നാൽ മാത്രം പോരാ, അത് എക്സ്പെരിമെൻ്റലി നിങ്ങൾ പ്രൂവ് കൂടി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തരുന്ന ക്ലാസ്സുകൾ അത്യാവശ്യമാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൺഫറൻസസിൻ്റെ ഭാഗമാകാൻ പറ്റിയാൽ അതൊരു പ്ലസ് പോയിൻ്റാണ്. മാത്രമല്ല എക്സ്പേർട്സ് നയിക്കുന്ന വർക്ക്ഷോപ്പിൻ്റെ ഭാഗമാകുന്നതും വളരെ മികച്ച ഒരു അവസരമാണ്. ഇത് എവിടെ പഠിക്കണമെന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ കേരളത്തിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ MIT എന്ന് പറയുന്ന കോഴ്സിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സീറ്റ് അവൈലബിലിറ്റി കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ MIT കോളേജസ് കാണാൻ സാധിക്കുകയുള്ളൂ. അതിലൊന്നാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജസ്. എന്നാൽ അവിടെ ആകെ 75% സീറ്റ്, അതായത് 75 സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നത് കൊച്ചിയിലെ അമൃത. അവിടെ ഒരു സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ ഡീംഡ് കോളേജായിട്ട് വരുന്ന കോളേജാണ്. അവിടെ ആകെ 20 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഓവറോൾ നമ്മുടെ കേരളം മൊത്തത്തിൽ നോക്കിയാൽ ഒരു 95 സീറ്റ് മാത്രമേ ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ 50% +2 ലഭിച്ച എത്രയോ കുട്ടികൾ ഈ കോഴ്സ് എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു 95 സീറ്റിൽ ഒന്നിലാവാൻ
പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ കോഴ്സ് വിട്ട് കളയാം, മറ്റൊരു കോഴ്സിലേക്ക് പോകാം എന്നുള്ളൊരു തോട്ടായിരിക്കും വയ്ക്കുന്നത്. ഒരിക്കലും അത് വയ്ക്കരുത്. കാരണം നമ്മുടെ കർണാടകയിൽ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് മികച്ച ഓപ്പർച്യൂണിറ്റീസാണ് ഈ ഒരു കോഴ്സിനുള്ളത്. കർണാടകയിൽ, അതും ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് വളരെ മികച്ച രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുമ്പോൾ, ഈ കോഴ്സ് എന്നല്ല ഏതൊരു മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് നിങ്ങൾ പഠിച്ചിരുന്നാലും നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉറപ്പായിട്ടും ലഭിക്കുന്ന ഒരു ക്യാമ്പസിൽ തന്നെ പഠിക്കണം. കാരണം മെഡിക്കൽ ഫീൽഡ്സ് എപ്പോഴും നിങ്ങളുടെ പ്രാക്ടിക്കൽ നോളജ് ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിനിക്കൽ എക്സ്പോഷർ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടുന്നോ അത് ബേസ് ചെയ്തായിരിക്കും നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡാണോ ഉറപ്പായും ഹോസ്പിറ്റൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഈ കോഴ്സിനും അതുപോലെ തന്നെയാണ്. ഇനി ഹോസ്പിറ്റൽസ് തന്നെ നമുക്ക് 3 തരത്തിൽ കാണാനായിട്ട് സാധിക്കും. ഒന്ന് മെഡിക്കൽ കോളേജ്, രണ്ടാമത്തേത് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളത്, മൂന്നാമത്തേത് മെഡിക്കൽ കോളേജും സ്വന്തമായിട്ട് ഹോസ്പിറ്റലും ഇല്ല, പക്ഷേ ടോപ്പ് ഹോസ്പിറ്റൽസുമായിട്ട്, ബ്രാൻഡ് വാല്യൂ ഉള്ള ഹോസ്പിറ്റൽസുമായിട്ട് ടൈപ്പ് ഉള്ള ക്യാമ്പസുകൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ ഈ 3 കാറ്റഗറിയിൽ വരുന്ന ഏത് ക്യാമ്പസ് നിങ്ങൾ ചൂസ് ചെയ്തിരുന്നാലും അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് തന്നെ ഞാൻ പറയാം. നിങ്ങൾ ബാംഗ്ലൂർ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് വേണ്ട ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ക്ലിനിക്കൽ എക്സ്പോഷർ, പ്രാക്ടിക്കൽ നോളജ്, തിയററ്റിക്കൽ നോളജ്, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പായിട്ടുള്ള ഒരുപാട് കോളേജസ് നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ കാണാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് ഈ ഒരു സിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നതും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട കാര്യം വരുന്നതേ ഇല്ല. എന്നാൽ ഇനി ഇതിൽ ഏത് ക്യാമ്പസാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഒരു റൈറ്റ് ചോയ്സ് ആയിട്ട് വരുന്നത് എന്നുള്ളത് എപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ സിറ്റിയെ പറ്റി അറിയില്ല, ആ കോളേജിനെ പറ്റി അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ പലപ്പോഴും നിങ്ങൾ ഒന്നെങ്കിൽ ഈ കോളേജിൽ വന്ന് നേരിട്ട് അന്വേഷിക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിരുന്ന ആരെങ്കിലുമായി കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കേണ്ട ഒരു അവസ്ഥയോ വരുന്നു. പക്ഷെ പലപ്പോഴും അത് നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന പ്രോസസ്സായി കണക്കാക്കപ്പെടണമെന്നില്ല. നിങ്ങൾ അന്വേഷിച്ചിരുന്നാലും അതിൻ്റെ ഒരു ലിമിറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയാണ്. കാരണം ബാംഗ്ലൂരിലെ ടോപ്പായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന, നിങ്ങൾക്ക് BSc MIT പഠിക്കാൻ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള കോളേജസുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തേതാണ് സപ്തഗിരി മെഡിക്കൽ കോളേജ്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസാണിത്. മാത്രമല്ല നാഷണൽ മെഡിക്കൽ കമ്മീഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ബാംഗ്ലൂരിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി കൂടിയാണിത്. രണ്ടാമത്തേതാണ് RR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട അത്രത്തോളം ക്ലിനിക്കൽ എക്സ്പോഷർ തരാനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. പേഷ്യൻ്റ് കെയർ എല്ലാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരവും വളരെ കൂടുതലായിട്ട് തന്നെ ലഭിക്കും. മാത്രമല്ല ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ അഫിലിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അടുത്തതാണ് MS രാമയ്യ മെഡിക്കൽ കോളേജ്. ഇവർക്ക് മെഡിക്കൽ കോളേജും അതുകൂടാതെ ഇവരുടെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവൈലബിൾ ആണ്. മാത്രമല്ല ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കോളേജാണ്. ഇത് NIRF റാങ്കിങ്ങിൽ ഓൾ ഇന്ത്യയിൽ 43ാമത്തെ റാങ്കിൽ നിൽക്കുന്ന ക്യാമ്പസ് കൂടിയാണ്. അടുത്തതാണ് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇവർക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത്രത്തോളം എക്സ്പോഷർ കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇത് ഗവൺമെൻറ് ഓഫ് കർണാടകയും UGCയും അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജാണ്. മാത്രമല്ല രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അഫിലിയേഷനിൽ വരുന്ന ക്യാമ്പസ് കൂടിയാണ് ഇത്. അടുത്തതാണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. കർണാടകയിലെ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ടോപ്പ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ടോപ്പ് ക്യാമ്പസുകളിൽ ഒന്നാണ് ഇത്. അടുത്തതാണ് എനപ്പോയ ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഓവറോൾ മെഡിക്കൽ കോളേജസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 95th റാങ്കിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇത്. മാത്രമല്ല ഇവർക്ക് മെഡിക്കൽ കോളേജോ സ്വന്തമായിട്ട് ഹോസ്പിറ്റലോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ബാംഗ്ലൂരിലെ അല്ലെങ്കിൽ പുറത്തുള്ളതായിരുന്നിരുന്നാലും നല്ല ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഉള്ള മറ്റ് ഹോസ്പിറ്റലുകളുമായി പാർട്ട്നേർഡ് കൂടിയാണ് ഇവർ. ഇതുപോലെ തന്നെ ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുമായി ടൈപ്പുള്ള മറ്റൊരു ക്യാമ്പസാണ് മഞ്ജുശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ബെസ്റ്റ് കോളേജാണ്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ കീഴിൽ വരുന്ന സ്വന്തമായിട്ട് ഹോസ്പിറ്റലുള്ള ഒരു ബെസ്റ്റ് ക്യാമ്പസാണ് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. നിങ്ങളുടെ MIT ഓപ്ഷന് പറ്റിയൊരു മികച്ച ഓപ്ഷനാണ് ആചാര്യ.
ഇതുകൂടാതെ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, MVJ മെഡിക്കൽ കോളേജ് തുടങ്ങിയ കോളേജുകളെല്ലാം നിങ്ങൾക്ക് BSc MIT പഠിക്കാൻ പറ്റിയ നല്ല ഓപ്ഷൻസ് ആണ്. ഈ പറഞ്ഞ കോളേജുകളെല്ലാം തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്നതോ അല്ലെങ്കിൽ ഡീംഡ് ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. മാത്രമല്ല ഇവർ ഓൾ ഇന്ത്യ ലെവൽ നോക്കിയിരുന്നിരുന്നാലും ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള NAC അക്രഡിറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസുകളാണ്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും കിട്ടുമ്പോൾ നിങ്ങൾ ഇനി മറ്റൊരു കോളേജ് അന്വേഷിച്ച് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഭാവി അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് BSc MIT ആണ് എന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിൽ ഈ കോളേജുകളിൽ ഏതിലെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കെയർഫുള്ളായി കാണുക, നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ കെയർഫുള്ളായിട്ട് ചൂസ് ചെയ്യുക. ഇതുകൂടാതെ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ എല്ലാ ക്വയറീസിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. അതുകൂടാതെ ഞങ്ങളിതെല്ലാം വാട്സപ്പ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ ചാനലിൽ ജോയിൻ ചെയ്യുക.